നമസ്കാരം. വളിക്കഥകളാണ് ഈ വീഡിയോയിലൂടെ അവതരിപ്പിക്കുന്നത്. അധോവായു, കീഴ്വായു, വളി, പൊറി, മുച്ചി, കുശു, അമിട്ട്, ഗുച്ച്, കുശുക്ക്, നസ്കതു, മുശുക്ക് എന്നൊക്കെ ഇതിന് അറിയപ്പെടാറുണ്ട്. ഇംഗ്ലീഷിൽ ഇതിനെ ഫാർട്ട് എന്നാണ് വിളിക്കുക. കാറ്റുപൊട്ടിക്കൽ എന്നർത്ഥം വരുന്ന ഫ്യോർട്ടാൻ എന്ന പഴയ ഇംഗ്ലീഷ് പദത്തിൽ നിന്നാണ് ഫാർട്ട് എന്ന പദത്തിൻ്റെ നിഷ്പത്തി. സസ്തനികൾക്കും മറ്റു പല ജന്തുക്കൾക്കും ദൈവം നൽകിയ ആണ് അധോവായു എന്ന് പറയാറുണ്ട്. 2008 മുതൽ അന്താരാഷ്ട്ര വളിദിനം ഫെബ്രുവരി 5 ആഘോഷിച്ചു വരുന്നുണ്ടെങ്കിലും നമ്മളതിന് വലിയ പ്രാധാന്യം നൽകാറില്ല. മാധ്യമങ്ങൾ അത് കൊട്ടിഘോഷിക്കാറുമില്ല. വാലന്റൈൻസ് ഡേ പോലെ അത് സ്വീകരിക്കപ്പെടാറുമില്ല. ജർമ്മൻ കാർട്ടൂണിസ്റ്റായ ബാസ്റ്റെയിൻ മെയ്നിക്കിനെയാണ് ഈ ദിനത്തിൻ്റെ ആവിഷ്കർത്താവായി കണക്കാക്കുന്നത്. റെക്കോർഡ് ചെയ്ത ഏറ്റവും ദൈർഘ്യമേറിയ കീഴ്വായു വിട്ടത് ലണ്ടനിൽ നിന്നുള്ള ബെർണാർഡ് ക്ലെമൻസ് ആണ്. 2 മിനിറ്റും 48 സെക്കൻഡും നീളമുള്ള കീഴ്വായുവാണ് 2016 മെയ് 17 അദ്ദേഹം വിട്ടത്. ബെർണാർഡ് ക്ലെമൻസിൻ്റെ പേരിലാണ് ഗിന്നസ് ലോക റെക്കോർഡ് വളിയുടെ പേരിലുള്ളത്. ബലൂൺ പൊട്ടിച്ചും മെഴുകുതിരി കെടുത്തിയും റെക്കോർഡിട്ടവരെ കൂടാതെ കണ്ണുകൊണ്ടും കക്ഷം കൊണ്ടും വായു കൊണ്ടുമൊക്കെ വളി അനുകരിച്ച് റെക്കോർഡിട്ടവരുമുണ്ട്. എന്നാൽ പുരുഷ മേൽക്കോയ്മയുടെ ഈ റെക്കോർഡുകളിൽ ഒരെണ്ണം 2017 ഷെല്ലിയൻ ഗുയെൻ എന്ന സസ്യാഹാരിയായ വനിതയ്ക്കുള്ളതാണ്. 2017 സ്ഥാപിച്ച 477 എണ്ണത്തിൻ്റെ റെക്കോർഡ് ഇതുവരെയും തകർക്കപ്പെട്ടിട്ടില്ല. വളിയുണ്ടാക്കിയ ചില ദുരന്തങ്ങളെ നോക്കാം. ചരിത്രത്തിൽ രേഖപ്പെട്ട ആദ്യത്തെ അധോവായു ദുരന്തം ക്രിസ്തുവിന് മുമ്പ് 569 ഗ്രീക്ക് ചരിത്രകാരനായ ഹെറോഡോട്ടസ് അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈജിപ്ഷ്യൻ ഫറവോയായ ആപ്രീസിൻ്റെ കാലം എന്ന് പറയുന്നത് 589 തുടങ്ങി 570 വരെയാണ്. തൻ്റെ ജനറൽമാരിൽ ഒരാളായ അമാസിസ് കലാപഭീഷണി ഉയർത്തുന്നതായി ആപ്രീസ് ഫറവോ കണ്ടെത്തി. രാജാവ് ആ ജനറലിൻ്റെ കുതികാൽ വെട്ടിക്കൊണ്ടുവരുവാൻ ഒരു അംബാസിഡറെ രഹസ്യത്തിൽ നിയമിച്ചു. പക്ഷേ ഈ സംഭവം പുറത്തറിഞ്ഞു. അതോടെ രാജാവ് അമാസിസിനെ അനുനയത്തിൽ തൻ്റെ അടുത്തേക്ക് കൊണ്ടുവരാൻ പട്ടർബെമിസിനെ അയച്ചു. പട്ടർബെമിസ് രാജാവിൻ്റെ വിശ്വസ്തനായിരുന്നു. അദ്ദേഹം അമാസിസിൻ്റെ അടുത്തെത്തി രാജാവിനെ കാണാൻ ആവശ്യപ്പെട്ടു. അമാസിസ് ആ സമയത്ത് കുതിരപ്പുറത്തിരിക്കുകയായിരുന്നു. അമാസിസ് കാലുയർത്തി കീഴ്വായു വിട്ടിട്ട് പറഞ്ഞു, ഇത് കൊണ്ടുപോയി രാജാവിന് കൊടുക്ക്, ഞാൻ വരില്ല എന്ന്. പട്ടർമിസ് വെറും കൈയോടെ രാജാവിൻ്റെ അടുത്ത് വന്ന് സംഭവിച്ച കാര്യം പറഞ്ഞു. അത് ഫറവോയെ രോക്ഷാകുലനാക്കി. അദ്ദേഹം അംബാസഡറുടെ മൂക്കും ചെവിയും വെട്ടിമാറ്റി. അത് ജനങ്ങളെ രോക്ഷാകുലരാക്കി. അമാസിസ് ജനങ്ങളെ കൂട്ടി രാജാവിനെതിരായി പ്രക്ഷോഭം സംഘടിപ്പിച്ചു. ആപ്രിസ് സ്ഥാനഭ്രഷ്ടനാക്കപ്പെടുകയും 526 BC-യിൽ മരിക്കുന്നതുവരെ അമാസിസ് രാജ്യം ഭരിക്കുകയും ചെയ്തു. ജെറുസലേമിൽ 10,000 പേരുടെ മരണത്തിനിടയാക്കിയ കലാപമാണ് വളിയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ദുരന്തം. റോമൻ ചരിത്രകാരനായ ഫ്ലേവിയസ് ജോസഫിയൂസ് അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. BC 600-നും 500-നും ഇടയിൽ ജെറുസലേമിൽ പെസഹ ആഘോഷവേളയിൽ ആയുധധാരികളായ റോമൻ സൈനികരുടെ ഒരു വലിയ സംഘം ദേവാലയത്തിന് കാവൽ നിൽക്കുന്നുണ്ടായിരുന്നു. യഹൂദരും റോമാക്കാരും തമ്മിൽ വൈരാഗ്യത്തിലാണ് കഴിഞ്ഞിരുന്നത്. അക്കാലത്ത് ജെറൂസലേമിൻ്റെ നിയന്ത്രണം കൈവശം വെച്ചിരുന്ന റോമാക്കാർ ഉത്സവങ്ങളിൽ അസ്വസ്ഥതകൾ ഉണ്ടാകാതിരിക്കാൻ എപ്പോഴും ദേവാലയത്തിന് കാവൽ നിൽക്കുമായിരുന്നു. യഹൂദർ ദേവാലയത്തിൽ ഒരുമിച്ച് കൂടിയപ്പോൾ റോമാക്കാരനായ പടയാളികളിലൊരാൾ തൻ്റെ വസ്ത്രം കീഴോട്ട് ഇറക്കിയ ശേഷം ആരാധനയ്ക്കായി വന്നിരുന്ന യഹൂദരുടെ നേരെ കീഴ്വായു വിട്ടുകൊണ്ട് അശ്ലീല വാക്കുകൾ പറഞ്ഞു. അന്നവിടെ ധാരാളം യഹൂദർ ഒരുമിച്ച് കൂടിയിരുന്നു. അവർ രോഷാകുലരായി. റോമാക്കാരും യഹൂദനും തമ്മിൽ വാക്കുതർക്കമായി. പിന്നീട് അത് ഉന്തും തള്ളുമായി. പിന്നീട് ശാരീരിക ആക്രമണങ്ങളായി. അതൊരു വലിയ കലാപമായി മാറി. ഏകദേശം 10,000-ഓളം ആളുകൾ അതിൽ കൊല്ലപ്പെട്ടു എന്നാണ് കണക്ക്. 1933 തുടങ്ങി 1939 വരെ ഉണ്ടായിരുന്ന അഡോൾഫ് ഹിറ്റ്ലർ അനിയന്ത്രിതമായ ഗ്യാസ് ട്രബിളും മലബന്ധവും ഒക്കെ കാരണം ബുദ്ധിമുട്ടിയ സസ്യാഹാരിയായ ആളായിരുന്നു. അധോവായു വിടുന്നതിൽ പ്രസിദ്ധിയുള്ള ആളായിരുന്നു ഹിറ്റ്ലർ എന്ന് പറയപ്പെടുന്നു. ആഴ്ചയിൽ 120-150 ഗുളികകൾ വരെ അദ്ദേഹം കഴിക്കുക വഴി അദ്ദേഹത്തിൻ്റെ ശരീരത്തിലൊട്ടേറെ വിഷാംശം എത്തിയിരുന്നുകൊണ്ടാണ്
അത്ര ഏറെ അധോവായു വിട്ടുകൊണ്ടിരുന്നത് എന്നാണ് പറയപ്പെടുക. 2011 മലാവിയൻസിലെ ബിങ്കാവ മുദൈക്കാസ് സർക്കാർ പൊതുസ്ഥലത്തെ വളിയിടൽ നിരോധിച്ച നിയമം വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരുന്നു. മനഃപൂർവമോ അറിയാതെയോ ഒരാൾ ചെയ്ത പ്രവൃത്തി അപരിലും പൊതുവിടത്തിലും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതിനാൽ വളിവിടൽ നിസ്സാര പ്രക്രിയയല്ല, അതൊരു നിയമപ്രശ്നം കൂടിയാണ്. പ്രേമഭംഗം മുതൽ മരണശിക്ഷ വരെ നേടിക്കൊടുത്ത ചരിത്രമാണ് ഈ രംഗബോധമില്ലാത്ത കോമാളിക്കുള്ളത്. 2014 റിച്ചാർഡ് ക്ലെമിനി വെടിയേറ്റ കേസ് വന്നത് ഭാര്യയുടെ മുഖത്ത് വളിവിട്ടതിനാണ്. 2016 കാലിഫോർണിയ ഗവർണർ കന്നുകാലികളുടെ വളി നിയന്ത്രിക്കാൻ ഫാം ഉടമകൾക്ക് നിയന്ത്രണം കൊണ്ടുവന്നിരുന്നു. അത് വലിയ ചർച്ചയായിരുന്നു. 2017 ഗൾഫിൽ മുഹമ്മദ് അൽ വഹാബിക്ക് മരണശിക്ഷ കിട്ടിയത് പുണ്യമാസമായ റമദാനിൽ 6 പള്ളികളിലായി 17 തവണ വളിവിട്ടതിനാണ്. വിമാനത്താവളങ്ങളിലെയും മറ്റും തെർമൽ ഇൻഫ്രാറെഡ് ക്യാമറയിൽ വളി പീലി വിടർത്തി നിറങ്ങളിൽ കാഴ്ചപ്പെടുന്നത് പലരും അറിഞ്ഞിട്ടില്ലാത്ത കാര്യമാണ്. 2018 ദുബായിൽ നിന്ന് ആംസ്റ്റർഡാമിലേക്ക് പുറപ്പെട്ട ട്രാൻസാവിയ എയർലൈൻസിൻ്റെ ഫ്ലൈറ്റ് അടിയന്തരമായി വിയന്നയിൽ ഇറക്കിയത് വളിവിട്ട യാത്രക്കാരനെ വഴിയിൽ തള്ളാൻ വേണ്ടിയിട്ടായിരുന്നു. എല്ലാ സസ്തനികൾക്കും ഉള്ള ഈ ജൈവിക പ്രക്രിയയിൽ ലിംഗവ്യത്യാസമില്ലെങ്കിലും നമ്മുടെ സമൂഹത്തിൽ അതിൻ്റെ സ്വീകാര്യതയിൽ ലിംഗഭേദം പ്രകടമാണ്. പുരുഷൻ ചെയ്യുമ്പോൾ അതൊരു തമാശയായും മെനിനടിക്കലുമൊക്കെ ആകുമ്പോൾ സ്ത്രീയെ അത് അപമാനിതയാക്കുകയാണ് ചെയ്യുന്നത്. ഹിന്ദി നടി നീന ഗുപ്തയെ കൊണ്ട് സ്ത്രീകൾക്കെന്താ ഗ്യാസില്ലേ എന്ന് ട്വിറ്ററിൽ ട്വീറ്റ് ചെയ്യാൻ പ്രേരിപ്പിച്ചത് ഈ അസമത്വത്തിനെതിരായ ധാർമ്മിക രോഷമാണ്. പുരുഷ അസഹിഷ്ണുതയുടെ പ്രതിഫലനമാണ് പൊതുസ്ഥലത്തെ സ്ത്രീയുടെ വളിയിടൽ മാത്രം വിലക്കിയുള്ള ചില രാജ്യങ്ങളിലെ വിവേചനപരമായ നിയമനീക്കങ്ങൾ. ഈ നിയമം സാമൂഹ്യ മാധ്യമങ്ങളിൽ ചർച്ച ചെയ്യപ്പെട്ട സമയത്ത് ഇതിനെതിരായി കണ്ട ശക്തവും സർഗാത്മകവുമായ പ്രതികരണമായിരുന്നു ആശാലതയുടെ പ്രതിലോമകാരി എന്ന കവിത. സ്ത്രീ ചെയ്യുമ്പോൾ മാത്രം കുറ്റകരമാവുന്ന വ്യവസ്ഥയുടെ വിവേചനത്തെയാണ് കവിത അഭിമുഖീകരിക്കുന്നത്. മറ്റു പലതിലും എന്ന പോലെ മലയാള സാഹിത്യത്തിൽ വലിയ ധീരമായി സമീപിച്ച എഴുത്തുകാരനാണ് ബഷീർ. ബഷീറിൻ്റെ ഫർ എന്ന കഥയ്ക്ക് ബാലസാഹിത്യത്തിൻ്റെ ലാളിത്യമുണ്ടെങ്കിലും വളിയിടലിലെ ലിംഗാസമത്വത്തെ ശക്തമായി പ്രശ്നവൽക്കരിക്കുന്നുണ്ട്. നിനക്കുള്ളതുപോലെ എല്ലാവർക്കും ഉള്ളത് തന്നെയാണ് ഇതെന്ന ഉമ്മയുടെ ഓർമ്മപ്പെടുത്തലിന് ലിംഗനീതിയുടെ നിശ്ചയദാർഢ്യമുണ്ട്. പുതുതലമുറ എഴുത്തുകാർ ആൺപെൺ ഭേദമില്ലാതെ എഴുത്തിൽ വളിയെ സ്വീകരിക്കുന്നുണ്ട്. ഇന്ദുമേനോൻ്റെ ജനാഫ്രസിലെ തീട്ടവളി വിട്ടുനടന്ന മാമിക്കോയ, ബിനോയ് എംപിയുടെ വ്യർത്ഥി തുടങ്ങിയ രചനകളിലൊക്കെ വളി വിലക്കില്ലാതെ പ്രവേശിക്കുന്നുണ്ട്. മാതൃഭൂമി പത്രത്തോടൊപ്പം ഇടക്കാലത്ത് പ്രസിദ്ധീകരിച്ച നർമ്മഭൂമിയിൽ നമ്പൂതിരി ഫലിതങ്ങൾ പലതും വളിയുമായി ബന്ധപ്പെട്ടവ ആയിരുന്നു. രേഖപ്പെടുത്തപ്പെട്ട ആദ്യത്തെ വളി തമാശ 1900 BC സുമേറിയക്കാരുടെ പേരിലാണ്. ഇതുവരെ സംഭവിച്ചിട്ടില്ലാത്തൊരു കാര്യമാണ് ഭർത്താവിൻ്റെ മടിയിൽ ഒരു യുവതി വളിയിടുക എന്നാണ് ആ രേഖപ്പെടുത്തൽ. ക്ലാസിക് കാലഘട്ടം മുതൽ സാഹിത്യത്തിൽ വളി സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട്. ഷേക്സ്പിയർ, ഡാൻറ്റെ, ചോസർ, മില്ലർ, ജോനാഥ് സ്വിഫ്റ്റ് തുടങ്ങിയവരുടെ രചനകളിൽ ഇത് മനസ്സിലാക്കാൻ സാധിക്കും. ജോനാഥ് സ്വിഫ്റ്റ് ഡോൺ ഫർട്ടിനാൻ എന്ന ഹാസ്യനാമത്തിലാണ് വളിയെക്കുറിച്ച് ലേഖനമെഴുതിയത്. ഷേക്സ്പിയറുടെ ദ കോമഡി ഓഫ് എറേഴ്സ്, മില്ലറുടെ നിക്കോളാസും അബ്സലോമും തുടങ്ങിയ കൃതികളിലും വളിയുണ്ട്. മാർക്ക് ട്വൈൻ്റെ 1601 എന്ന ലഘുലേഖയിൽ എലിസബത്ത് രാജ്ഞിയും എഴുത്തുകാരും തമ്മിലുള്ള ഭാവനാ സംഭാഷണത്തിലുമെല്ലാം വളി കടന്നു വരുന്നുണ്ട്. 1532 ഫ്രാങ്കോയിസ് റാബലൈസ് രചിച്ച ഗാർഗൻഡുവയിലും പാൻഡഗുരുവയിലും എന്ന ആദ്യത്തെ ഫാൻറ്റസി നോവലിൽ അധോവായു വിട്ട് ആളുകളെ കള്ളന്മാരാക്കുന്ന കഥാപാത്രത്തെ കാണാം. 53,000 പേരാണ് ഇങ്ങനെ കള്ളന്മാരാക്കപ്പെട്ടത്. ബ്രിട്ടീഷ് പാർലമെൻറ്റ് അംഗം ഹെൻറി ലുഡ്ലോക്ക് 1607 പാർലമെൻറ്റിലെ ഗൗരവപൂർണമായ രാഷ്ട്രീയ സംവാദത്തിനെതിരെ വളിവിട്ട് അബദ്ധം പിന്നീട് നാടോടിക്കഥയായും കവിതയായും സാംസ്കാരിക പ്രവേശനം നേടുകയുണ്ടായി. കാൻറ്റർബറി കഥകളിൽ ഒന്നായ ദി സമ്മേഴ്സ് ടെയിലിൻ്റെ പണം ചോദിച്ച് വന്ന
കപട സന്യാസിയുടെ കയ്യിലേക്ക് വളിയിട്ട് കൊടുത്ത് അതെല്ലാ സന്യാസിമാരോടും തുല്യമായി എടുത്തോളാൻ പറയുന്ന ഭാഗമുണ്ട്. മാധ്യമങ്ങളെ സംബന്ധിച്ച് വിനോദ വ്യവസായത്തിലെ വിപണി മൂല്യമുള്ള വിൽപ്പന ചരക്കാണിത്. കുട്ടികളെ ഇത്രയേറെ ചിരിപ്പിക്കുന്ന മറ്റൊരു ശാരീരിക പ്രക്രിയയും ഇല്ലെന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് തന്നെ കുട്ടികളെ സാമാന്യമായും കുടുംബ സദസ്സുകളെ സവിശേഷമായും ലക്ഷ്യം വയ്ക്കുന്ന ചലച്ചിത്ര TV വിനോദ പരിപാടികളിൽ ഇഷ്ടചേരുവയാണ് ഈ കീഴ്വായു. വളിയിടലിനെ ഒരു പ്രകടന കലയായി അഥവാ പെർഫോമിംഗ് ആർട്ടായിട്ട് വികസിപ്പിച്ചത് 1857 1945 കാലങ്ങളിൽ ജീവിച്ച ജോസഫ് പുജോളാണ്. മലദ്വാരത്തിലൂടെ ശ്വസിക്കാനും നിശ്വസിക്കാനും കഴിവുണ്ടായിരുന്ന അദ്ദേഹം ഫാർട്ട് മാനിയാക്ക് എന്ന അപരനാമത്തിലാണ് അറിയപ്പെട്ടത്. അദ്ദേഹം മലദ്വാരത്തിലൂടെ സിഗരറ്റ് വലിക്കുക, ഫ്ലൂട്ട് വായിക്കുക, മെഴുകുതിരികൾ ആളി കത്തിക്കുക തുടങ്ങിയവ അദ്ദേഹത്തിൻ്റെ പ്രകടനത്തിൽ ഉൾപ്പെട്ടിരുന്നു. അക്കാലത്തെ ഫിലിം സെലിബ്രിറ്റി ആയിരുന്ന സാറ ബെർണാഡിനേക്കാളും ജനപ്രിയനായിരുന്നു അദ്ദേഹം അക്കാലത്ത്. 2019 സെപ്റ്റംബർ 22 ഗുജറാത്തിലെ സൂറത്ത് പ്രദേശം ദേശീയ ശ്രദ്ധ ആകർഷിച്ചത് ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായി വളിയിടൽ മത്സരം സംഘടിപ്പിക്കപ്പെട്ടതിലൂടെയായിരുന്നു. സൂറത്ത് നിവാസികളായ യതിൻ സംഗോയിയും മുൽസാങ്വിയുമാണ് ഈ മത്സരത്തിന് നേതൃത്വം നൽകിയത്. ഏറ്റവും ദൈർഘ്യമേറിയത്, ഏറ്റവും ശബ്ദത്തിലുള്ളത്, സംഗീതാത്മകമായത് എന്നിങ്ങനെ 3 ഇനങ്ങളിലായിരുന്നു വളി മത്സരം അവിടെ നടത്തിയത്. ഈ കഥകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്നെ ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി. നല്ല നമസ്കാരം.